പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം കർത്താവിന്റെ പാദാന്തിക അടുത്ത് വന്ന് വിവിധ വിഷയങ്ങൾ മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവിന്റെ വചനം അല്പമായി ധ്യാനിപ്പാനും ഒക്കെ ദൈവം നൽകുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും ഭദ്രമുള്ള ചിറകടിയിൽ മറയ്ക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കുന്നു. 16-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കിയുള്ള ധ്യാന ചിന്തകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളായി നാം ചിന്തിച്ചത്. ഇന്ന് 3-ാമത്തെ ധ്യാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്ലസന്റ് ആയിട്ടുള്ള 6 കാര്യങ്ങളെ കുറിച്ച് വേഗം നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്ലസന്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനുമൊക്കെ ആനന്ദപ്രദമുണ്ടാക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള 6 കാര്യങ്ങൾ ദാവീദ് അത് എടുത്തു പറയുന്നു. നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് വേഗം ഒന്ന് പോയിട്ട് മടങ്ങി വരാം. ഒന്നാമത് അവിടെ പറയുന്നത് പ്ലസന്റ് പീപ്പിൾ എന്ന അർത്ഥത്തിലാണ്. പ്ലസന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം പ്ലസന്റ് പീപ്പിൾ. ഇവിടെ പറയുന്ന പ്ലസന്റ് പീപ്പിൾ ആരാണ്? 3-ാം വാക്യത്തിൽ നാം കാണുന്നു, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠമുള്ള, അല്ലെങ്കിൽ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. ഇവിടുത്തെ പ്ലസന്റ് ആയിട്ടുള്ള പീപ്പിൾ ഭൂമിയിലെ വിശുദ്ധന്മാരാണ്. ദാവീദിന് അവരൊക്കെ പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. ദൈവം തന്റെ കാര്യനിർവഹണത്തിനായി, ദൈവം തന്റെ പദ്ധതിയുടെ നിർവഹണത്തിനായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന മനുഷ്യരെ വിളിക്കുന്ന പേരാണ് വിശുദ്ധന്മാർ. വിശുദ്ധന്മാർ എന്നതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് പൊസിഷണൽ ഹോളിനെസ്, 2 പ്രാക്ടിക്കൽ ഹോളിനെസ്. സ്ഥാനീയ വിശുദ്ധന്മാരുമുണ്ട്, അല്ലെങ്കിൽ സ്ഥാനീയ വിശുദ്ധിയുമുണ്ട്, പ്രായോഗിക വിശുദ്ധിയും. സ്ഥാനീയ വിശുദ്ധി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട സകല ആളുകൾക്കും ലഭിക്കുന്ന പൊസിഷനാണ്, പദവിയാണ് വിശുദ്ധൻ എന്ന ആ വിളിപ്പേര്, ആ പദവി. എന്നാൽ പ്രായോഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ, പ്രാക്ടിക്കൽ ഹോളിനെസ് എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അനുദിന ജീവിതത്തിൽ താൻ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അവന് ലഭിക്കുന്ന പേരാണ് പ്രായോഗിക വിശുദ്ധൻ, അല്ലെങ്കിൽ പ്രായോഗിക വിശുദ്ധി എന്നത്. ഇവിടെ ദാവീദ് പറയുന്ന പ്ലസന്റ് പീപ്പിൾ
ഭൂമിയിലെ വിശുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യം എന്താ നമുക്ക് നോക്കാം. രണ്ടാമത്തേത് പ്ലസന്റ് പോർഷൻ എന്നുള്ളതാണ്. പ്ലസന്റ് പോർഷൻ എന്താണ്? പ്ലസന്റ് പോർഷൻ 5-ാം വാക്യം, 16-ാം സങ്കീർത്തനം 5-ാം വാക്യം. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകും, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. പ്ലസന്റ് പോർഷൻ, അതായത് അവകാശത്തിന്റെ പങ്ക്. എന്താണ് ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ പങ്കെന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ഓഹരി എന്താണ്? നമുക്കറിയാം, ഈ ക്രിസ്ത്യാനികളിലൊക്കെ ഉള്ള നാട്ടിൽ, പറഞ്ഞാൽ ഭൂരിഭാഗം ക്രിസ്ത്യാനികളൊക്കെ ഉള്ള നാട്ടിൽ പണ്ടൊക്കെ, ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ചില ആളുകൾ വലിയ തടിച്ച കാളക്കൂറ്റനെ വാങ്ങും. എന്നിട്ട് ഇതിനെ വെട്ടാൻ വേണ്ടി നിർത്തിയിരിക്കുക ക്രിസ്മസ് ദിവസം. അവൾ പല ആളുകളോടായി ചോദിക്കും, നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു പോർഷൻ വേണോ എന്ന് ചോദിച്ച് പല ആളുകളുമായി പറഞ്ഞ്, ഇത്ര പോർഷൻ വീതം പറഞ്ഞ്, ഇത്ര കിലോ വീതം പറഞ്ഞ് ഉറപ്പിച്ച് ഒരു തുകയ്ക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ വെട്ടും. വെട്ടിയിട്ട് അവരവർ പറഞ്ഞു വെച്ചിരുന്ന പണത്തിനനുസരിച്ചുള്ള ഓരോ പോർഷൻ അവരവർക്ക് മാറ്റും. സ്തോത്രം. ഇതാണ് ഈ പങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണോ കൂടുതൽ വരുന്നത്, എവിടെയാണോ നമുക്കിഷ്ടപ്പെടുന്നത്, അതാണ് എന്റെ പങ്കെന്ന് പറയാനാണ് മനുഷ്യൻ എപ്പോഴും താല്പര്യം. ഒരു വസ്തു ഭാഗം വെക്കുമ്പോൾ കൂടുതൽ വരുന്ന ഭാഗമാണ് എല്ലാവർക്കും ഇഷ്ടം. നമുക്കിഷ്ടമുള്ളതാണ് എന്റെ പങ്ക് എന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ ദാവീദ് പറയുകയാണ്, ദാവീദിന്റെ പങ്ക് തന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകും. ഇതുപോലെ പങ്ക് കിട്ടിയ ഒരാളുണ്ട് പഴയ നിയമത്തിൽ. സമാഗമന കൂടാരവും അതിന്റെ ഉപകരണങ്ങളും ഒക്കെ ചുമക്കാൻ ഓരോ ആളുകളെ ഏൽപ്പിക്കുക. ഓരോ ആളുകളെ ഏൽപ്പിക്കുമ്പം ലേവി കുടുംബത്തിൽപ്പെട്ട കെഹാത്യർ, മെരാര്യർ, ഗർഷോനിയർ, ഇവരാണ് ഇതിന്റെ ചുമതലയുള്ളത്. കെഹാത്യർ, മെരാര്യർ, ഗർഷോനിയർ. കാരണം ഓൾറെഡി അഹരോന്റെ കുടുംബത്തിന് മഹാപൗരോഹിത്യം ലഭിച്ചു. പിന്നെ ഉള്ളത് ബാക്കി ജോലി മെരാര്യരും കെഹാത്യരും ഗർഷോനിയരും കൂടെ ചെയ്യുന്നത്. ചില ആളുകൾക്ക് പലക ചുമക്കാനുള്ള ജോലിയായി, ചില ആളുകൾക്ക് തൂണ് ചുമക്കുക, ചില ആളുകൾക്ക് തിരശീല, നൂല്, ഇങ്ങനെയുള്ള ജോലികളാണ്. ഫൈനലി മെരാര്യർക്കും ഗർഷോനർക്കും ജോലിയായി. കെഹാത്യരുടെ കാര്യം വന്നപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, കെഹാത്യരി, നിങ്ങളുടെ പങ്ക് ഞാനാണ്, നിങ്ങൾ എന്നെ ചുമന്നോളാൻ പറഞ്ഞു. രാവിലെ സമയം ഭൗതികമായ പല വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. എന്നാൽ നിന്റെ പങ്ക് ദൈവ സാന്നിധ്യമായാൽ, നിന്റെ പങ്ക് യഹോവയായ ദൈവമായാൽ, നീ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്റെ വിടുതലല്ല, ലൈഫ് ലോങ് നീ അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിനകത്തുമുള്ള വിടുതൽ
നിന്റെ വീടിനകത്ത് വെളിപ്പെടുകയാണ്. അങ്ങനൊരു പങ്കാണ് യഹോവ നിന്റെ പങ്കായാൽ, ദൈവ സാന്നിധ്യം നിന്റെ പങ്കായാൽ നിനക്ക് ലഭിക്കുന്നത്. അതാണ് ദാവീദ് പറഞ്ഞത്, എന്റെ പങ്ക്, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകും. പ്ലസന്റ് പോർഷൻ. സ്തോത്രം. വേദപുസ്തകത്തിൽ യഹോവയെ പലയിടത്തും മാറാത്തവൻ 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 എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. യഹോവ മാറാത്തവനാണെങ്കിൽ നിന്റെ പങ്കിനും മാറ്റമില്ല. ഒരു മാറ്റവും ഇല്ല പങ്കിന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പേരെടുത്ത് ഇന്ന നന്മ നിനക്കുണ്ടാകും എന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം യഹോവയ്ക്ക് മാറ്റമില്ല. നിന്റെ പങ്ക് അവനാകുന്നെങ്കിൽ നിന്റെ പങ്കിനും മാറ്റമില്ല. ഇന്ന നന്മ നിനക്കുണ്ടാകും എന്ന് പറയേണ്ട കാര്യമില്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരുകയാണ്. നീ അത് അന്വേഷിച്ച് പോവുകയല്ല, അത് സെർച്ച് ചെയ്ത് പോവുകയല്ല, അത് നിന്നെ സെർച്ച് ചെയ്ത് വരും. അതാണ് യഹോവ നിന്റെ പോർഷനായാൽ, പങ്കായാൽ നിനക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. സ്തോത്രം. മൂന്നാമത്തെ പ്ലസന്റ് ആയ കാര്യത്തിലേക്ക് പോകാം. മൂന്നാമത്തേത് പ്ലസന്റ് പ്ലേസസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനോഹര ദേശം. 6-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്താണ് വീണിരിക്കുന്നത്. ദ പ്ലസന്റ് പ്ലേസസ്. ഇത് ചിന്തിക്കുമ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന വിഷയം, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണി. ഏതാണ് ഈ മനോഹര ദേശം? 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 10-ാം വാക്യം പറയുന്നു, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നാണ് പൊതുവെ നമ്മൾ പറഞ്ഞ് പ്രസംഗിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. സത്യമാണ്. എന്നാൽ പ്രൈമറിലി ഇത് ദാവീദിനെ കുറിച്ചും കൂടെയാണ്. ദാവീദ് പറയുന്നു, ചില ആളുകൾ ചേർന്ന് തന്നെ ഒരു കാലഘട്ടം ഈ കാടിനകത്ത് തന്നെ തന്റെ ജീവിതത്തെ കൊന്ന് കുഴിച്ചു മൂടി പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ് തന്നെ അവിടെ അടക്കി. പക്ഷേ ഞാൻ അവിടെ കിടന്ന് ദ്രവിക്കാൻ ദൈവം അനുവദിച്ചില്ല. അതിനപ്പുറം എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് നൽകി തന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദാവീദ് പറയാണ്, നിങ്ങൾ ഒരു സമയത്തിന് കാടിനകത്ത് എന്റെ അപ്പനും സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ എന്നെ ഇല്ലാതാക്കി, എന്റെ ഭാവി അവിടെ തീർത്ത് എന്നെ കൊന്ന് അവിടെ എന്റെ ജീവിതത്തെ കുഴിച്ചു മൂടിയതാണ്. പക്ഷേ ഞാൻ അവിടെ ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ ആരെന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, ശൗലാകട്ടെ മറ്റൊരു ശത്രുവാകട്ടെ, ആര് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ഇത് വിശ്വസിക്കുന്ന ദാവീദിന് മാത്രമേ പറയാൻ കഴിയൂ, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ല ഒരു അവകാശം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ സ്വർണഗീതം പരിശോധിച്ചാൽ, സ്വർണഗീതം ആകെ 2 രാഗങ്ങളിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് മിണ്ടാത്ത പ്രാവ് എന്ന രാഗം, ഒന്ന് നശിപ്പിക്കരുത് എന്ന രാഗം. അപ്പൊ സ്വർണഗീതം എഴുതാൻ ദാവീദ് ഉപയോഗിച്ച 2 രാഗങ്ങളാണ്. ഒന്ന് മിണ്ടാത്ത പ്രാവ്, ഒന്ന് നശിപ്പിക്കരുത് എന്നുള്ള രാഗം. നിങ്ങൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കി.
മിണ്ടാത്ത പ്രാവിനെ ആരെങ്കിലും നശിപ്പിക്കുമോ? നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, നിങ്ങളുടെ യൂഷ്വൽ ബ്രെയിൻ, നിങ്ങളുടെ ബുദ്ധി കൂടെ നിങ്ങൾ ചിന്തിക്കും. മിണ്ടാത്ത പ്രാവിനെ ആരെങ്കിലും നശിപ്പിക്കും? ഈ പ്രാവ് എപ്പോഴാ നമുക്കൊരു ശല്യമായിട്ട് വരുന്നത്? പ്രാവ് എപ്പോഴാ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയത്? നാം ഇപ്പൊ ഉറങ്ങാൻ വേണ്ടി കിടക്കുക, അപ്പോൾ നമ്മുടെ വീടിന്റെ ജനലിന്റെ അടുത്ത് വന്നിരുന്ന ഈ പ്രാവ് ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കും. ആ ശബ്ദത്തിന് പറയുന്ന പേരാണ് കുറുകൽ. കുറുകുക. അപ്പോഴാണ് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയി, ശല്യമായി പ്രാവ് തോന്നുന്നു. ഈ പ്രാവിന്റെ കുറുകൽ കേൾക്കാൻ ആ സമയത്ത് നമുക്ക് ഇഷ്ടമല്ല. ആ സമയത്ത് ബാക്കി എല്ലാ പക്ഷികളും വാ തുറന്ന് ചെലച്ചാൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഈ പ്രാവിന്റെ കുറുകിച്ച നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങളത് ഓർത്ത് നോക്കിക്കേ, ബാക്കി എല്ലാ പക്ഷികളും വാ തുറന്നാ ചിലയ്ക്കുന്നത്. ഈ പ്രാവ് വായ അടച്ചു പിടിച്ചിട്ടാണ് കുറുകുന്നത്. വാ അടച്ചു പിടിച്ചിട്ട് പ്രാവ് ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ പേരാണ് കുറുകൽ. പാട്ടുകാരന്റെ പറയുന്നത്, കുറുകി ഞെരങ്ങി കാത്തിരിക്കും ഉറുപ്രാവി നിന്റെ ഇണ വരാറായി. സ്തോത്രം. ഇന്ന് ഈ ഭൂമിയിൽ അനവധി ദൈവമക്കൾ ഇതുപോലെ കുറുകി ഞെരങ്ങി കാത്തിരിക്കുന്നുണ്ട്. സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. മിണ്ടാത്ത പ്രാവിനെ പോലെ രണ്ട് കൈകൾ കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് അകത്ത് കുറുകിക്കൊണ്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അതിലൊരാളായിരിക്കാം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ. നാളെ യൂട്യൂബിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ അതിലൊരാളായിരിക്കാം. സ്തോത്രം. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കൊന്നു. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പ്രയോജനമില്ലാത്തവനാക്കി മാറ്റി. ഞാനിപ്പോൾ ഇവിടെ തനിച്ചിരിക്കുകയാണ്. ഒത്തിരി പേര് വാ തുറന്ന് എനിക്കെതിരെ ചലിക്കുമ്പോൾ വാ മൂടിക്കൊണ്ട് ഹൃദയത്തിൽ കുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പുറത്തോട്ട് ശബ്ദം വരാതെ അകത്ത് കുറുകുന്ന ഈ മിണ്ടാത്ത പ്രാവിനെയാണ് നശിപ്പിക്കാൻ നോക്കുന്നത്. എന്തിനാ നശിപ്പിക്കാൻ നോക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ദാവീദ് മിണ്ടാത്ത പ്രാവായ നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നത്? ദാവീദിന് പല ശത്രുക്കളുണ്ട്. ദാവീദിനെ നശിപ്പിക്കാൻ നോക്കിയ ശത്രുക്കളിൽ ആദ്യത്തെ ശത്രു ദാവീദ് തന്നെയാണ്. ദാവീദിന്റെ ഒന്നാമത്തെ ശത്രു ദാവീദിനെ നശിപ്പിക്കാൻ നോക്കി ദാവീദ് തന്നെയാണ്. പല സന്ദർഭങ്ങളിലും നമ്മുടെ ശത്രു നമ്മൾ തന്നെയായി തീരുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, ശൗലിനെ പേടിച്ച് ഓടിപ്പോയ കൂട്ടത്തിൽ ഒരിക്കലും പോകാൻ പാടില്ലാത്ത ഗത്തിൽ പോയി ദാവീദ് ചേർന്നു. അതുകൊണ്ട് എന്തോ പറ്റി? ആക്കീഷിന്റെ മുമ്പിലും ഗത്തുകാരുടെ മുമ്പിലും അവസാനം രക്ഷപ്പെടാൻ ദാവീദ് എന്ത് ചെയ്തു? ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടി വന്നു. ഒരു ദൈവദാസൻ സ്വയം ഭ്രാന്തനായി മാറിയ ചിത്രമാണ് അവിടെ കണ്ടത്. നമ്മൾ പലപ്പോഴും പറയും, എന്നെ അവര് അങ്ങനെ ആക്കിയതാണ്, എന്നെ ഇങ്ങനെ ആക്കിയതാണ്, അവരെന്നെ ഇങ്ങനെ നശിപ്പിച്ചതാണ് എന്നൊക്കെ പറയും. നീ മറ്റുള്ളവർക്ക് നേരെ പഴിയാറുന്നതിന് മുമ്പ് ആശ്രയിക്കാൻ പാടില്ലാത്ത ഇടത്ത് പോയി നീ തല വെച്ചു കൊടുത്ത് സ്വയം ഭ്രാന്തനെ പോലെ ആയി മാറിയതല്ലേ? നീ അങ്ങനായി തീർന്നതല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായിരുന്ന നീ പ്രാർത്ഥിക്കാൻ കഴിയാത്തവനെ പോലെ ആയിപ്പോയതല്ലേ? വേണ്ടാത്തതിനകത്തെല്ലാം പോയി തല വെച്ച്, വേണ്ടാത്തതിനകത്തെല്ലാം പോയി ആശ്രയിച്ച് നീ സ്വയം ഭ്രാന്തനെ പോലായി തീർന്നതല്ലേ? എന്തിനാ മറ്റുള്ളവരെ പഴിക്കുന്നത്? അയ്യോ, നിന്നെ നശിപ്പിക്കുന്നത് ആദ്യം നീ തന്നെയാണ്. ദാവീദിന്റെ
ആദ്യത്തെ ശത്രു ദാവീദ് തന്നെയാണ്. ദാവീദിനെ ആരാണ് നശിപ്പിക്കാൻ നോക്കിയത്? മിണ്ടാത്ത പ്രാവിനെ നശിപ്പിക്കാൻ നോക്കിയത് ദാവീദ് തന്നെയാണ്. രണ്ടാമത്തെ ദാവീദിന്റെ ശത്രു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മകൾ തനിക്ക് നൽകി തന്ന തന്റെ അമ്മായപ്പനായ ശൗലാണ്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നന്മ തനിക്ക് കൊടുത്തത് ശൗലാണ്. മഹാസമ്പന്നനാക്കാം എന്ന് വാഗ്ദാനം കൊടുത്തു. ആക്കി കാണണം, രാജാവല്ലേ. മകളെ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ? ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുന്നു, കൊടുത്തില്ലേ? കരം ഒഴിച്ചു കൊടുത്തില്ലേ പിതൃഭവനത്തിന്? കൂടാതെ ഇസ്രായേൽ സൈന്യത്തിന്റെ നേതൃത്വ ചുമതല കൊടുത്തു. കൂടാതെ കൊട്ടാരത്തിൽ തന്റെ ദുരാത്മാവിനെ ഓടിക്കാനുള്ള വീണ വായനക്കാരനാക്കി നിർത്തി. അങ്ങനെ എന്തെല്ലാം പദവികൾ ശൗല് കൊടുത്തിരുന്നു ആരംഭത്തിൽ. തന്റെ മകന്റെ ഉറ്റ സ്നേഹിതനായി തീർന്നില്ലേ ദാവീദ്? ഇന്നലകളിൽ വലിയ നന്മകൾ തനിക്ക് ചെയ്തവനാണ് ഇന്ന് തന്റെ ശത്രുവായി തന്നെ കൊല്ലുവാൻ വേട്ടപ്പട്ടിയെ പോലെ തന്റെ പിന്നാലെ പായുന്നത്. അതേ പ്രിയരെ, ഒരു സമയത്ത് നിനക്ക് അനുകൂലമായി നിന്നവരും നിനക്ക് നന്മ ചെയ്തവരും ഒക്കെ നാളെ ഏത് നിമിഷവും നിന്റെ ശത്രുവായി മാറാം. നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നിരിക്കാം. സ്തോത്രം. 3, ദാവീദിന്റെ ശത്രുവായി തീർന്നത് സാത്താനാണ്. അതെ, എന്ന് പറഞ്ഞാൽ നീ എന്റെ ഹൃദയപ്രകാരമുള്ളവനാണ്, നീ എനിക്ക് ബോധിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ സാത്താനും അത് കേട്ടിട്ടുണ്ട്. സാത്താൻ ആ നിമിഷം മുതൽ ദാവീദിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ സാത്താൻ ജയിച്ചിട്ടുണ്ട്. കാരണം ദാവീദിനെ യുദ്ധത്തിന് പോകാതെ വീട്ടിൽ തടഞ്ഞു വെച്ചു. ദാവീദിനെ നിർബന്ധിച്ച് ടെറസിലൂടെ ഉലാത്തിപ്പിച്ചു. വേണ്ടാത്ത ഇടത്തേക്ക് ബേർഷേബയിലേക്ക് കണ്ണുകൾ കൊണ്ടുപോയി വേണ്ടാത്ത പാവം ചെയ്യിപ്പിച്ചു. അവളുടെ ഭർത്താവിനെ പടയിൽ മുൻപിൽ നിർത്തി കൊല്ലിച്ചു. നോയിക്കേ, എന്റെ ഹൃദയപ്രകാരമുള്ളവൻ എനിക്ക് ബോധിച്ചതുപോലെ ചെയ്യുന്നുവെന്നൊക്കെ ദൈവം പറഞ്ഞവനെ, കൂടാതെ ജനത്തെ എണ്ണുവാൻ ദാവീദിന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു. നോയിക്കേ, അപ്പൊ ദാവീദേ, നിന്റെ ശത്രു ദൈവഹിതത്തിന് വെളിയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സാത്താൻ. ഒന്ന്, നിന്റെ ശത്രു നീയാണ്. മിണ്ടാത്ത പ്രാവിനെ നശിപ്പിക്കാൻ നോക്കുന്നത് നീ തന്നെയാണ്. മിണ്ടാത്ത പ്രാവിനെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു ശൗലുണ്ട്, ഒരു സാത്താനുണ്ട്. 4, മിണ്ടാത്ത പ്രാവിനെ നശിപ്പിക്കാൻ നോക്കിയത് ആരാണ്? യഹോവയായ ദൈവം. എന്താ അങ്ങനെ പറയാൻ കാരണം? യെശയ്യാപ്രവചനത്തിൽ ഒരു പദമുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്, പുത്രനെ തകർക്കുവാൻ അവൻ ഇഷ്ടം തോന്നി. സ്വന്തം പുത്രനെ തകർക്കാൻ അവൻ ഇഷ്ടം തോന്നിയെങ്കിൽ ദാവീദേ, നിന്നെ തകർക്കാൻ അവൻ ഇഷ്ടമാണ്. യഹോവയായ ദൈവം പറയുക, ദാവീദേ, എനിക്ക് നിന്നെ ഒന്ന് തകർക്കണം. എന്തിനാ തകർക്കുന്നതെന്നറിയാമോ? തകർക്കുന്നതിന്റെ പിൻപിൽ ഒരു ഉദ്ദേശം. ആ ഉദ്ദേശത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ് തകർക്കുന്നത്. സ്തോത്രം. അത്ര ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വെറുതെ ആരെയും ദൈവം മുറിക്കത്തില്ല, വെറുതെ ആരെയും അവൻ ചതയ്ക്കത്തില്ല, വെറുതെ ആരെയും അവൻ തകർക്കുകയല്ല. ഒന്ന് ഞാൻ പറയാം, അവൻ മുറിക്കുന്നതോ ചതയ്ക്കുന്നതോ തകർക്കുന്നതോ നശിപ്പിക്കാനല്ല, പണിയാനാണ്. അധികം മേത്തരമായി വരുവാൻ ഒരു കാലഘട്ടം അവൻ നിന്നെ മുറിക്കും. എന്തിനാ? ഉടമസ്ഥൻ ഒരു വൃക്ഷത്തിന്റെ തൈ നട്ടു, അത് വളർന്ന് പന്തലിച്ചു കഴിയുമ്പോൾ ഉടമസ്ഥൻ വരും, ചില്ലകൾ മുറിക്കും. എന്തിനാണെന്നറിയാമോ? നട്ടവന് നിന്നെ മുറിക്കാൻ അധികാരമുണ്ട്. എന്തിനാ മുറിച്ചത്?
നീ അവിടേക്ക് ഇവിടേക്കൊക്കെ ചില്ലകൾ വിടർത്തി പടർന്നു. പക്ഷേ നിന്റെ തടിക്ക് വണ്ണം വെക്കണമെങ്കിൽ, കൃത്യമായ രീതിയിൽ നീ വളരണമെങ്കിൽ ഇടയ്ക്ക് ചില മുറിവുകൾ അത്യാവശ്യമാണ്. നിന്നെ കോതി വിടുക, ഞങ്ങളുടെ നാട്ടിൽ പറയാ കോതി വിടുക എന്ന്. രാവിലെ ചില കോതിച്ചകളൊക്കെ അനുഭവിക്കുമ്പോൾ നീറ്റൽ ഉണ്ടാകും, അല്പം പെയിൻ ഉണ്ടാകും, ചോര വന്നെന്നിരിക്കാം. പക്ഷേ അത് നിന്നെ ഇല്ലാതാക്കാനല്ല, പകരം സ്ട്രെയിറ്റ് ആയി വളരാൻ, നല്ല വണ്ണത്തിൽ വളരാൻ, കൃത്യമായ അനുപാതത്തിൽ വളരാൻ നട്ടവൻ നിന്നെ ഇടയ്ക്കുന്നു കോതും. സ്തോത്രം. അപ്പോൾ മിണ്ടാത്ത പ്രാവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചത് ഒന്ന് ദാവീദ് തന്നെയാണ്, രണ്ട് തന്റെ അമ്മായപ്പൻ ശൗലാണെങ്കിൽ, മൂന്ന് സാത്താനാണ്, നാല് യഹോവയായ ദൈവം. നാലാമത്തെ കാര്യത്തിലേക്ക് വരാം. പ്ലസന്റ് ആയിട്ടുള്ള നാലാമത്തെ കാര്യം. മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചു. നാലാമത്തെ കാര്യം പ്ലസന്റ് പൊസിഷൻ, മനോഹരമായ സ്ഥാനം, എങ്കിൽ പ്ലസന്റ് പൊസിഷൻ. 8-ാം വാക്യവും 11-ാം വാക്യവും കൂടെ ചേർത്ത് വായിച്ചാൽ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന പൊസിഷൻ, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. 11-ാം വാക്യം, ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ വലതുഭാഗത്ത് എന്നും പ്രബോധനങ്ങളും. സ്തോത്രം. ഞാനിത് പറയുന്നു, ഞാൻ യഹോവയെ വെച്ചിരിക്കുന്നത് എവിടെയാണ്? എന്റെ മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. പ്ലസന്റ് പൊസിഷൻ, എന്റെ മുൻപിൽ വെച്ചിരിക്കുക. ഞാൻ കുലുങ്ങിപ്പോകാത്തതിന്റെ കാര്യം, ഞാൻ യഹോവയെ വെച്ചിരിക്കുന്നതിന്റെ മുൻപിൽ മാത്രമല്ല, അവൻ എന്റെ വലതുഭാഗത്തുണ്ട്. കണ്ടോ, പ്ലസന്റ് പൊസിഷൻ. യഹോവയെ അപ്പോൾ എവിടെയൊക്കെയാണ്? എന്റെ മുൻപിലുണ്ട്, എന്റെ വലതുഭാഗത്തുണ്ട്. എന്റെ മുൻപിലും എന്റെ വലതുഭാഗത്തും ഉള്ളത് കൊണ്ട്, ആ പ്രസന്റ് പൊസിഷനിൽ ഉള്ളത് കൊണ്ട് എന്നെ കുലുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, ഒരു മന്ത്രവാദിയും ഒരാഭിചാരകനും വിചാരിക്കേണ്ട കാര്യം. എന്റെ മുൻപിലും ഞാൻ വെച്ചിരിക്കുന്നു, എന്റെ വലതുഭാഗത്തും യഹോവയുണ്ട്, ഞാൻ കുലുങ്ങത്തില്ല. എത്ര പേർക്ക് രാവിലെ സമയം വിളിച്ചു പറയാൻ കഴിയും, സമുദ്രം എനിക്ക് നേരെ ഇരച്ചു വന്നാലും ഞാൻ കുലുങ്ങത്തില്ല, കാരണം എന്റെ മുൻപിലും യഹോവയെ ഞാൻ വെച്ചിരിക്കുന്നു, എന്റെ വലതുഭാഗത്തും വെച്ചിരിക്കുന്നത് പ്ലസന്റ് പൊസിഷൻ, ഞാൻ കുലുങ്ങി പോകയില്ല. അഞ്ചാമത്തെ കാര്യം പ്ലസന്റ് പാത്ത്, PATH, പ്ലസന്റ് പാത്ത്, മനോഹരമായ വഴി. 11-ാം വാക്യം പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അതെ, ആ മനോഹരമായ വഴിയുടെ പേരാണ് ജീവന്റെ വഴി, പ്ലസന്റ് പാത്ത്, ജീവന്റെ വഴി. ജീവന്റെ വഴി എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് രാവിലെ പറയുന്നു, മരണത്തിന്റെ വഴികൾ മാറും, ജീവന്റെ വഴി നിനക്ക് കാണിച്ചു തരികയാണ്. ഇന്ന് രാവിലെ മെസ്സേജ് പറയുമ്പോൾ, നിന്റെ വീടിന്റെ കട്ടളപ്പടിയുടെ വാതിക്കൽ വരെ വന്ന് നിൽക്കുന്ന മരണത്തിന്റെ വഴികൾ മാറും, പകരം ജീവന്റെ വഴി നിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോകുകയാണ്. ജീവന്റെ വഴി കാണണമെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞു, എഫെസ്യർ 1-ാം അധ്യായത്തിൽ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എല്ലാവർക്കും ജീവന്റെ വഴി കാണാൻ പറ്റുകയില്ല. ജീവന്റെ വഴി കാണണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. രാവിലെ സമയം ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നിന്റെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ജീവന്റെ വഴി നിനക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഫൈനലി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പ്ലസന്റ് ജോയ് അല്ലെങ്കിൽ പ്ലസന്റ് റിജോയ്സ്,
മനോഹരമായ സന്തോഷം. അതിനെ, ആ മനോഹരമായ സന്തോഷത്തെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നു, സന്തോഷത്തിന്റെ പരിപൂർണത. ഇൻ ദൈ പ്രസൻസ് ഈസ് ഫുൾനെസ് ഓഫ് ജോയ്. ഒന്ന് നാം കണ്ടു, പ്ലസന്റ് പീപ്പിൾ. രണ്ട്, പ്ലസന്റ് പോർഷൻ. മൂന്ന്, പ്ലസന്റ് പ്ലേസസ്. നാല്, പ്ലസന്റ് പൊസിഷൻ. അഞ്ച്, പ്ലസന്റ് പാത്ത്. ആറ്, പ്ലസന്റ് ജോയ്. പ്ലസന്റ് ജോയ് ആണ് സന്തോഷത്തിന്റെ പരിപൂർണത. ദ ഫുൾനെസ് ഓഫ് ജോയ്. ഇതെവിടെയാണ് കിട്ടുന്നത്? ദാവീദ് പറഞ്ഞു, നിന്റെ സന്നിധിയിലാണ് ഈ പ്ലസന്റ് ജോയ് ഉള്ളത്. ഫുൾനെസ് ഓഫ് ജോയ്. ദൈവ സാന്നിധ്യത്തിനകത്ത്, ദൈവസന്നിധിക്കകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയും. നമ്മള് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന പ്രഭാതത്തിലും സന്ധ്യപ്രാർത്ഥനയിലും മാത്രമേ ദൈവസന്നിധി ഇരിക്കുന്നുള്ളൂ. പക്ഷേ ഭക്തന്മാർ അങ്ങനല്ല. അവരെപ്പോഴും സന്നിധിയിൽ വസിക്കുകയാണ്. അവരെപ്പോഴും ലിവിങ് പ്രസൻസിനകത്താണ്. അങ്ങനെ ഉള്ളവർക്ക് നേരെ പ്രതിസന്ധി വന്നാലും, പോരാട്ടം വന്നാലും, എന്തെല്ലാം യുദ്ധങ്ങൾ നേരിട്ടാലും അവരെപ്പോഴും ചിരിച്ച മുഖത്തോടും സന്തോഷത്തോടു കൂടി ഇരിക്കും. കാരണം പ്രത്യാശയോടുകൂടെ നിൽക്കുകയാണ് അവർ. കാരണം അവർ ചിരിക്കുന്നതിന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആളുകളെ കണ്ടിട്ട് തീക്കകത്തൂടെ പോകുന്നു, പക്ഷെ അവരുടെ ചിരിക്കും ഒരു കുറവില്ല, എൻജോയ്മെന്റിന് കുറവില്ല. പക്ഷേ ഈ സന്തോഷത്തിന്റെ പരിപൂർണത അവർ അനുഭവിക്കുന്നത് എവിടുന്നാണ്? സംശയിക്കേണ്ട, അവന്റെ സന്നിധിയിൽ നിന്നാണ്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും പ്രിയരെ? അവരോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് ജീവന്റെ വഴിയുണ്ട്, എന്റെ വലതുഭാഗത്ത് കർത്താവുണ്ട്, എനിക്ക് പ്രമോദങ്ങൾ ഉണ്ട്. സന്തോഷിക്കാൻ വേറെ എന്തോ വേണം? എനിക്ക് ജീവന്റെ വഴിയുണ്ട്, എന്റെ വലതുഭാഗത്ത് കർത്താവുണ്ട്, കൂടാതെ കർത്താവിന്റെ വലതുഭാഗത്തുള്ള പ്രമോദങ്ങളും എനിക്കുണ്ട്. ജീവന്റെ വഴിയും വലതുഭാഗത്ത് കർത്താവും കർത്താവിന്റെ പ്രമോദങ്ങളും ഒക്കെ നിനക്കുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്താ നിനക്ക് സന്തോഷിക്കാൻ വേണ്ടത്? അതുകൊണ്ടാ ഭക്തന്മാരൊക്കെ പാടിയത്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വാങ്ങുന്നല്ല, പിന്നെ സന്തോഷത്തോടെ അത് വാങ്ങി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യും. പുഞ്ചിരിച്ചുകൊണ്ട് ഞാനത് വാങ്ങി കർത്താവിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ടല്ലേ ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ 10 മക്കൾ മരിച്ച തന്റെ വീടിന്റെ മുന്നിൽ അനുശോചന പ്രസംഗം ആളുകൾ നടത്തുമ്പോൾ അന്ത്യചുംബനം കൊടുക്കാൻ വന്ന് മക്കൾക്ക് അന്ത്യചുംബനം കൊടുത്തിട്ട് ഭക്തൻ എഴുന്നേറ്റുന്ന ദുഃഖത്തിൽ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാം മഹത്വപ്പെടട്ടെ. നോക്ക് എങ്ങനെ അയ്യോബ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അയ്യോബ് പറയും, ഏത് ദുഃഖത്തിനകത്തും പ്ലസന്റ് ജോയ്ക്കകത്ത് നിൽക്കാൻ ഞാൻ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുണ്ട്, അവൻ എനിക്ക് ജീവന്റെ വഴി കാണിച്ചു തന്നിട്ടുണ്ട്, പ്രമോദങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് മക്കൾ മരിച്ചത് ദുഃഖമാണ്, പക്ഷേ ആ ദുഃഖത്തിന്റെ നടുവിലും ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ചിലത് അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് ജീവന്റെ വഴിയാണ്, അത് വലതുഭാഗത്തുള്ള കർത്താവാണ്, അത് അവന്റെ പ്രമോദമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ദാവീദിനെ പോലെ ഈ 6 പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ദൈവം നമുക്ക് തന്നു എന്ന ഉറപ്പോടുകൂടെ ഇന്ന് നമുക്ക് ആയിരിക്കാം. നാം പ്ലസന്റ് പീപ്പിൾ ആണ്, നാം പ്ലസന്റ് പോർഷനകത്താണ്, നാം പ്ലസന്റ് പ്ലേസസിനകത്താണ്, നാം പ്ലസന്റ് പൊസിഷനകത്താണ്, നാം പ്ലസന്റ് പാത്തിനകത്താണ്, നാം പ്ലസന്റ് ജോയ്ക്കകത്ത്.
ദൈവം നമുക്ക് ഈ 6 മനോഹരമായ കാര്യങ്ങൾ തന്നു. ആകയാൽ നമുക്ക് ആ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നസറേനായ യേശുവിൻ നാമത്തിൽ 16-ാം സങ്കീർത്തനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഈ വചനത്തെ കർത്താവ് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകുന്നതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വരെ പ്രസി കൃപ കൂടെ ഇരിക്കും, അത്ഭുതം ചെയ്താട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന യാചനം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേൾക്കാം. ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തിൽ ചേർത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരും യേശു ക്രിസ്തുവിന്റെ നാമത്തെ മേഘപ്രത്യക്ഷതോരുണ്ടായിരിക്കും. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യാൻ നൽകിയ പിതാവിന് ശക്തിയോടെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.